അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവ്. ഇന്ന് റമദാൻ വിശേഷത്തിൽ ഫിത്ർ സക്കാത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എൻ്റെ കൂടെ ആ വിഷയം കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ അറിയപ്പെടുന്ന കൊണ്ടോട്ടിയിലെ മഫ്ലഹുല്ലുലും അറബിക് കോളേജിലെ പ്രധാനപ്പെട്ട ഒരു മുദരിസ് സിറാജുദ്ദീൻ അഹ്സനി 2-3 ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളൊക്കെ ഉള്ള വളരെ വലിയൊരു മതപണ്ഡിതനാണ്. അദ്ദേഹം എൻ്റെ തൊട്ട അയൽവാസിയാണ്. അതിലുപരി എൻ്റെ കളിക്കൂട്ടുകാരനാണ്, സുഹൃത്താണ്. ഇതിന് മുൻപും വിസാൽ മീഡിയയിൽ എല്ലാ റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി വരാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചില സംശയങ്ങൾ, ആ സംശയങ്ങളാണെന്ന് ഉസ്താദിനോട് ചോദിക്കാനുള്ളത്. ഫിത്ർ സക്കാത്ത് ഇപ്പോൾ ഒരു പുതിയൊരു നിയമം UAE നിന്നൊരു ഫത്വ വന്നിരുന്നു. 2.5 കിലോ ധാന്യത്തിന് പകരം വേണമെങ്കിൽ ഇത് പണമായിട്ട് കൊടുക്കാം. നമ്മുടെ നാട്ടിലും അങ്ങനെ ചെയ്യാൻ കഴിയുമോ? നമ്മുടെ നാട്ടിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് പോകുന്ന നമ്മുടെ നാടായതുകൊണ്ട് തന്നെ നമ്മുടെ മദ്ഹബിൽ ഭക്ഷണമായിട്ട് തന്നെ കൊടുക്കണം, ധാന്യങ്ങളായിട്ട് തന്നെ കൊടുക്കണം. നാം കഴിക്കുന്ന ഭക്ഷണം അത് അരിയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്നത് അരിയാണ്. അത് അരി പൊടിച്ചിട്ട് മാവായിട്ട് ദോശ ഉണ്ടാക്കിയിട്ടും അങ്ങനെ ചോറ് വെച്ചിട്ടും പല രൂപത്തിലും ഉണ്ട്. പക്ഷെ അരിയാണ് മെയിൻ ധാതു. അപ്പോൾ അരിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് അരി കൊടുക്കാൻ തീരെ സാഹചര്യപ്പെടാത്ത, അരി മേടിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ അരി സ്വീകരിക്കാൻ പറ്റുന്ന ആളുകൾ നാട്ടിലില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ പിന്നെ മറ്റതിലേക്ക് നീങ്ങാം എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായങ്ങൾ മറ്റു മദ്ഹബിലെ അഭിപ്രായങ്ങൾ ഷാഫി മദ്ഹബിലെ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ അഭിപ്രായങ്ങളായിട്ട് വരും. ആ സാഹചര്യത്തിൽ വേണമെങ്കിൽ അതിലേക്ക് അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് എല്ലാവർക്കും അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഒരാൾക്ക് പിന്നെ ഒരു 4 മുദ്ദ് അഥവാ ഒരു സാഹ് റസൂലുള്ളാഹിന്റെ കാലത്തൊക്കെ അളന്നിട്ടാണ് കൊടുക്കേണ്ടത്. കിലോഗ്രാം കൊടുക്കാം, പക്ഷെ അത് അരികൾക്കൊക്കെ വ്യത്യാസം വരും. പക്ഷെ പരമാവധി ഒരു മുദ്ദ് പറഞ്ഞാൽ മിതമായ ഒരാളുടെ ഒരു കൈക്ക് ഫുള്ളായിട്ട് ഒതുങ്ങുന്ന അരി, അങ്ങനെ 4 മുദ്ദാണ് ഒരു സാഹ്. അത് ഏകദേശം കിലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല അരികളുടെ തൂക്കത്തിനനുസരിച്ചൊക്കെ വ്യത്യാസം വരും. ഏകദേശം ഒരു 200-300 കിലോന്റെ ഒക്കെ ലെവലിലാണ് ഇപ്പൊ അത് കണക്കാക്കുക. ഏറ്റവും എളുപ്പത്തിൽ വേണമെങ്കിൽ സാധാരണ ഒരു വീട്ടിലൊരു ഗൃഹനാഥനായ ഒരാളുടെ ഒരു 4 കൈക്കുമ്പിൾ അരി നോക്കിയാലും പ്രശ്നങ്ങളില്ല. പിന്നെ ഇന്ന് തന്നെ മുദ്ദുൻ നബവി എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ള ഉപയോഗിച്ചിരുന്ന മുദ്ദിന്റെ ആ അളവ് ഉൾക്കൊള്ളുന്ന പാത്രം അവൈലബിൾ ആണ്. അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ 4-4 കോരി കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നന്നാവുക. ഈ ഫിത്ർ സക്കാത്ത് അതുപോലെ തന്നെ റമദാന്റെ നോമ്പ് ഖളാക്കിയൊക്കെ കൊടുക്കുമ്പോൾ പരമാവധി നമ്മൾ അളന്ന് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അത് റസൂലുള്ളാഹിന്റെ കാലത്ത് അളവാണുള്ളത്. പിന്നെ ഇപ്പൊ അളവിനോട് സമാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കിലോഗ്രാം വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പരമാവധി രൂപത്തിൽ അളക്കലാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ പറഞ്ഞല്ലോ പണമായിട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ നാട്ടില് തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. കാരണം നമുക്ക് അതിൽ ഏറ്റവും സാഹചര്യം ഉണ്ടെങ്കിൽ ഒക്കെ അയാൾക്ക് ചെയ്യാം. അതെ, നമ്മുടെ നാട്ടിൽ അരി കൊടുത്ത എല്ലാ കുടുംബങ്ങളും വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ വേറൊന്നിലേക്ക് തെറ്റേണ്ട ഒരു കാര്യമില്ല. അതേ സമയത്ത് ഗൾഫിലുള്ള ആളുകൾക്കാണ് ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിൽ ഒരു പ്രസക്തി വരിക. സക്കാത്തിന്റെ ക്യാഷ് കൊടുക്കാം എന്നൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ട്. ആ അഭിപ്രായം വെച്ച് അവിടെ ഒക്കെ ചെയ്യാം. കൊടുക്കുമ്പോ തന്നെ ഇനിയിപ്പോ അങ്ങനെ ഒരു ക്യാഷായി കൊടുത്താൽ പോരാ, അതിന്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഏൽപ്പിക്കാന്നുള്ള വക്കാലത്തൊക്കെ കൊടുക്കണം. നമ്മൾ വക്കാലത്ത് 2 വക്കാലത്ത് നമ്മൾ അപ്പൊ ചെയ്യേണ്ടി വരും. ഒന്ന്, എന്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചു എന്നതും, അത് നിയ്യത്ത് വെക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചു. രണ്ട് കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മൾ കൊടുക്കുന്നേ ഉള്ളൂ. ഇത് വീടുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. എന്താ വെച്ചാൽ വക്കാലത്ത് ഉണ്ടാവില്ല. വക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു, അപ്പൊ അയാൾ സ്വീകരിക്കണം. പിന്നെ നിയ്യത്തും, അപ്പൊ എന്റെ ഫിത്ർ സക്കാത്ത് ഇത്ര അവകാശികളെ കണ്ടുപിടിച്ച് കൊടുക്കാനും നിങ്ങളെ ഏൽപ്പിച്ചു, നിയ്യത്ത് വെക്കാനും ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് അയാൾ ഏൽപ്പിക്കുന്നത് ശരിയാവും. ഇപ്പൊ സ്വാഭാവികമായിട്ട് വരുന്നൊരു സംശയമാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത് റമദാനിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ കൊടുക്കാൻ പറ്റും. എപ്പോഴാണ് ശരിക്കും അത് കൊടുക്കേണ്ടത്? ഈ പെരുന്നാൾ ഉറപ്പിച്ചതിന് ശേഷമാണോ, എങ്ങനെയാണ്? അതെ, അത് ഫിഖിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം. ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് ശവ്വാൽ മാസപ്പിറവി കാണുന്നതോടുകൂടിയാണ്. കാണുന്നത് മുഴുക്ക് അത് പിന്നെ നിർബന്ധമായി. അത് പെരുന്നാളിന്റെ ജുമാക്ക് പോകുന്ന പെരുന്നാൾ അഥവാ സുന്നത്തായ പെരുന്നാൾ ജുമാ, ആ നമസ്കാരത്തിന് പോകുന്നതിന്റെ മുമ്പാണ് അത് കൊടുത്തു വിട്ടേണ്ടത്. അതേ സമയത്ത് റമദാൻ 1 മുതൽക്ക് തന്നെ ഫിത്ർ സക്കാത്തിനെ ഇസ്രാ ചെയ്യൽ സുന്നത്താണ്. നേരത്തെ കൊടുക്കാം. പക്ഷെ നേരത്തെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൊടുക്കപ്പെട്ട വ്യക്തി, ഇപ്പോൾ പിന്നെ ഫക്രുദ്ദീൻ സാഹിബ് ഒരാൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുത്തു. ആ ഫിത്ർ സക്കാത്ത് കൊടുക്കപ്പെട്ട വ്യക്തി റമദാൻ 1 ശവ്വാൽ മാസപ്പിറവിന്റെ മുമ്പ് മരണപ്പെട്ടു പോയാൽ ആ ഫിത്ർ സക്കാത്ത് കൊടുക്കുകയില്ല. റമദാനിൽ നമ്മളോട് കൊടുത്തു, അതിനുശേഷം പിന്നെ റമദാൻ 28-നോ 29-നോ നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടി പിറന്നു, നമുക്കൊരു കുട്ടി പിറന്നു. എന്നാൽ ആ കുട്ടിക്കും കൂടി നമ്മൾ പിന്നീട് കൊടുക്കണം. എന്ന് വെച്ചാൽ പെരുന്നാൾ ദിവസം പെരുന്നാൾ പിറ കാണുമ്പോൾ ആരൊക്കെ പ്രസന്റിൽ
ജീവിച്ചിരിപ്പുണ്ടോ അവർക്കാണ് കൊടുക്കേണ്ടത്. മാത്രമല്ല കൊടുക്കപ്പെടുന്ന പെട്ട വ്യക്തികളും ആ സമയത്ത് ജീവിച്ചിരിക്കണം. ശരിക്കും ഫിത്ർ സക്കാത്ത് നമ്മൾ ആർക്കൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ എന്റെ കയ്യിൽ കുറച്ച് അരി എടുത്തിട്ട് അയൽപ്പക്കത്തുള്ള ഒരു 4-5 വീടുകളിലേക്ക് കൊടുത്ത്, ഒരുപക്ഷെ സ്വന്തം അയൽപ്പക്കത്തുള്ള വലിയ കോടീശ്വരന്മാരിൽ വലിയ ആളുകളൊക്കെ ആയിരിക്കും, അയൽപ്പക്കം എന്നുള്ളത് കൊണ്ട് ഒരു 5-6 പേർക്ക് കൊടുത്തിട്ട് ഞാൻ എന്റെ ഫിത്ർ സക്കാത്ത് കൊടുത്തു എന്ന് കരുതുന്നവരുണ്ട്. ശരിക്കും അതെങ്ങനെ ചെയ്യണം? അത് ഫിത്ർ സക്കാത്ത് അയൽവാസികൾക്ക് കൊടുക്കാം, കുടുംബക്കാർക്ക് കൊടുക്കാം, നാട്ടുകാർക്ക്. പക്ഷെ അവരൊക്കെ അവകാശികളായിരിക്കണം. അവകാശികൾ എന്ന് പറഞ്ഞാൽ മിസ്കീനെങ്കിൽ ഫക്കീർ ആണെങ്കിൽ ഏതായാലും അവകാശിയാണ്, മിസ്കീൻ ആയാലും അവകാശിയാണ്. നമ്മുടെ കയ്യിൽ ചെറിയൊരു ജോലി ഉണ്ട്, നമുക്ക് ആ ജോലിയിൽ നിന്ന് നമുക്ക് ഒരു മാസത്തെ വരുമാനമായിട്ട് ഒരു 10,000 റുപ്യ കിട്ടും. പക്ഷെ നമുക്ക് മാസത്തിൽ 15,000 റുപ്യോളം ചെലവുണ്ട്. വരുമാനത്തിന് കൂടുതൽ ചെലവ് വരുന്ന ആളുകളൊക്കെ മിസ്കീന് പെടും. നമ്മുടെ നാട്ടിലുള്ള അയൽവാസികൾ, നമ്മുടെ ഏറെ കുറെ ആളുകളൊക്കെ ആ പരിധിയിൽ തന്നെ. ഒരു മാസത്തെ റവന്യൂ കൊണ്ട് എന്തായാലും ഒരു മാസം തള്ളി നീക്കാവും. ചിലപ്പോൾ അവയിലൊക്കെ ഭയങ്കര പിശുക്കി എടുത്തിട്ട് ഇപ്പൊ ഈ റമദാനൊക്കെ ആവുന്നതോടെ തന്നെ ഭയങ്കര ചെലവാണ് ആളുകൾ. എന്തെങ്കിലുമൊക്കെ കടം മേടിച്ചിട്ടൊക്കെ ആളുകളാകുമ്പോൾ ആളുകൾക്ക് തീർച്ചയായിട്ടും ഇപ്പൊ സാധാരണ സംശയിക്കുക നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ താമസിക്കുന്ന നാട്ടിലുള്ളവർക്കാണോ കൊടുക്കേണ്ടത് അതോ പുറത്തെ നാട്ടിലുള്ള? നമ്മുടെ നാട്ടിലുള്ളവരെയാണ് മുന്തിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ അവകാശികൾ ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് അന്യൊരു നാട്ടിലേക്ക് ഫിത്ർ സക്കാത്ത്, സക്കാത്ത് പോലത്തെ കാര്യങ്ങളൊക്കെ നക്കിൽ ചെയ്യാൻ പറ്റുള്ളൂ, മാറ്റാൻ പറ്റുള്ളൂ. സാധാരണ ഇപ്പൊ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ നാട്ടിലുള്ള ആളുകൾക്ക്, ഇപ്പൊ ഉസ്താദ് എന്ന് പറഞ്ഞത് ആ നാട്ടിലുള്ള ഒരാളായിരിക്കില്ല, അവിടെ ജോലി ചെയ്യുന്ന ആഴ്ചയിലെ ദിവസം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരാളാണ്. അപ്പൊ അവർക്ക് ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുത്താൽ അവർ നമ്മുടെ നാട്ടുകാരനും അവകാശിയാണെങ്കിൽ മാത്രമാണ് അവർക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവർക്കൊക്കെ കൊടുക്കുന്നത് ഹദിയ എന്നുള്ള നിലക്കാണ്, സുന്നത്തായ സദഖ എന്നുള്ള നിലക്കാണ് നമ്മുടെ നാട്ടിലൊക്കെ കൊടുത്തു വരുന്നത്. അപ്പൊ ഒരു നാട്ടിലുള്ള ഒരു ഉസ്താദ് അവിടെ വാടകയ്ക്ക് താമസിക്കാൻ സ്വാഭാവിക നാട്ടുകാരനായല്ലോ, അതുകൊണ്ട് നമുക്ക് അവരെ പരിഗണിക്കാം. അല്ലാതെ പള്ളിയിൽ ജോലി സംബന്ധമായിട്ട് നിൽക്കുന്ന ആളാണ്, ആഴ്ചക്ക് വീട്ടിലേക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ഫിത്ർ സക്കാത്ത് എന്ന നിലക്ക് എന്നുള്ള നിലക്ക് അവരെക്കാൾ പരിഗണിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ സ്ഥിരതാമസക്കാരായ ആളുകളെയാണ്. പെരുന്നാൾ നിസ്കാരം വർഷത്തിൽ 2 തവണ കൊടുക്കുന്നതിന്റെ ഒരു കൈഫിയത്ത്, രൂപം എങ്ങനെയാണെന്ന് അറിയാത്ത ആളുകളുണ്ട്. അപ്പോ പെരുന്നാൾ നിസ്കാരത്തിന്റെ ഒരു വിധിയും അത് എത്രത്തോളം, പല സ്ത്രീകളും, സുന്നികളായ പല സ്ത്രീകളും നിസ്കാരത്തിൽ അമാന്തം കാണിക്കുന്നു. എല്ലാ സുന്നികളും അല്ല, ഒരു പക്ഷെ കുറിച്ച് അറിവില്ലാത്ത കാരണം അവര് ഈദ്ഗാഹിൽ പോണില്ല, പിന്നെ അവരുടെ ആണുങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നവരാണ്. അവര് വെറും പാചകം ചെയ്യാൻ വേണ്ടി റെഡി ആകുമ്പോൾ 12 മണിയായി കുളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചോറ് വയ്ക്കുക. നിസ്കാരം അവരുടെ ചിത്രത്തിലേ ഇല്ല. അതിനെ കുറിച്ച് എന്തൊക്കെ പറയേണ്ടത്? അത് സുന്നത്തായ നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രബലമാണ് വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം. അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം. ഈ ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം ആണിനും പെണ്ണിനും, ആണും പെണ്ണും അല്ലാത്തവർക്കൊക്കെ സുന്നത്ത് തന്നെയാണ്. പക്ഷെ ആണുങ്ങൾ അത് ഒറ്റ ജമാഅത്തായി നിസ്കരിക്കുന്നു, പെണ്ണുങ്ങൾ അത് നിസ്കരിക്കേണ്ടത് സ്വന്തം ഭവനങ്ങളിൽ വെച്ചാണെന്ന് മാത്രം. സ്വന്തം ഭവനങ്ങളിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ തന്നെ അവർക്ക് ഖുതുബൊന്നും സുന്നത്തില്ല. അവർ ചെറിയ പെരുന്നാളിന്റെ 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കുന്ന ഈ ഇമാമാണെങ്കിൽ ഒരു പെണ്ണ് ഇമാമ് നിന്ന് ബാക്കി മറ്റു പെണ്ണുങ്ങൾക്ക് ബാക്കിൽ തുടർന്നാൽ ആ ഇമാമ് നിൽക്കുന്ന പെണ്ണ് ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്നും, മമൂമികളായി നിൽക്കുന്ന സ്ത്രീകൾ ഞങ്ങൾ ഇമാമോട് കൂടെ നിസ്കരിക്കുന്നു, ചെറുപെരുന്നാളിന്റെ 2 റക്അത്ത് സുന്നത്ത് അല്ലെങ്കിൽ ബലി പെരുന്നാളിന്റെ 2 റക്അത്ത് സുന്നത്ത്. ഇനി പെരുന്നാൾ നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പിന്നെ പള്ളിയിൽ വെച്ചാണ് പുരുഷന്മാർക്ക് ഏറ്റവും അഫ്ദൽ, എല്ലാവരും കൂടെ സമ്മേളിക്കുന്ന ഒരു സ്ഥലത്ത്. റസൂലുള്ളാഹിന്റെ കാലത്ത് പിന്നെ ഈദ്ഗാഹ് എന്ന് പറഞ്ഞാൽ അത്രയും ആളുകളെ ഒരുമിച്ച് കൂട്ടുന്ന പള്ളികൾ അക്കാലത്ത് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഈദ്ഗാഹിലേക്കൊക്കെ പോയത്. അപ്പൊ ഇന്ന് നമുക്ക് പള്ളിയിൽ തന്നെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ പള്ളി വിട്ടിട്ട് പിന്നെ പള്ളിയേക്കാൾ നല്ലൊരു സ്ഥലം വേറെ നിസ്കരിക്കാൻ പറ്റിയതില്ല. അതുകൊണ്ട് ഇന്നിപ്പോ ഈദ്ഗാഹിന് പ്രസക്തിയില്ല. അതായത് പള്ളി ഇല്ലാത്തൊരു സ്ഥലത്ത് പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ ഒരുമിച്ച് കൂടി നിസ്കരിക്കുകയാണെങ്കിൽ പോലും അവിടെ പെണ്ണുങ്ങൾക്ക് നമ്മൾ ഇസ്ലാമിക വീക്ഷണപ്രകാരം അവർ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ അവർക്ക് സുന്നത്ത് കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കൈഫിയത്ത് അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ചെറുപെരുന്നാളിൻ്റെ സുന്നത്ത് 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് 2 റക്അത്ത് സാധാരണ സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടെ തന്നെ 1ാമത്തെ തക്ബീറിൽ ഇതേപോലെ 7 തക്ബീറുകൾ സുന്നത്തുണ്ട്. ആ തക്ബീറിന്റെ ഇടയിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 7 2ാമത്തതിൽ 5 എണ്ണം. ഇതാണ് മറന്നുപോയാലും നിസ്കാരത്തിന് സുന്നത്ത് നിസ്കാരത്തിന്റെ പൂർണ്ണ കുറച്ച് നഷ്ടപ്പെട്ടു എന്നല്ലാതെ വേറെ നിസ്കാരം ചെയ്യാവാതിരിക്കുന്നില്ല. അപ്പൊ ഈ ഇതാണ് ഇപ്പൊ അതിൽ പ്രത്യേകിച്ച് ഓർക്കേണ്ടത്. ഈ 1ാമത്തെ തക്ബീറുള്ള 1ാമത്തെ റക്അത്തിലെ 7 തക്ബീറും 2ാമത്തെ റക്അത്തിലെ 5 തക്ബീറും
ഒരു കാര്യം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഒന്ന് കുളിച്ച് റെഡിയായി ആ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ കൂടെ നിസ്കരിച്ചിട്ട് മതി, പിന്നെ പിന്നീട് ചോറ് ഉണ്ടാക്കാനുള്ള റെഡിയാവലൊക്കെ എല്ലാ പണിയും കഴിഞ്ഞ് അലക്കലും ആ വീട്ടിലുള്ള എല്ലാ സകലമാന വസ്തു അലക്കും എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ ദുഹറായി പിന്നെ അങ്ങോട്ട് പെരുന്നാൾ ചോറിനും. അപ്പൊ അതിനുപരി നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കുളിക്കുന്നതാണെങ്കിൽ കുളിച്ചിട്ട് ആ പുതിയ വസ്ത്രം ധരിച്ച് ഒന്ന് നിസ്കരിക്കുന്ന ഒരു രീതിയാണെങ്കിൽ അതാണ് ഏറ്റവും സന്തോഷം. പിന്നെ ഈ കുട്ടികളായിട്ട് ഇങ്ങനെ പള്ളിയിലേക്ക് ആകുമ്പോൾ ഈദ്ഗാഹ് പോലല്ല, ഇപ്പോൾ ഈദ്ഗാഹിലേക്ക് ഇപ്പോൾ കുട്ടികളും മക്കളും കന്നുകാലികളൊന്നും വന്നുകൊണ്ട് കുഴപ്പമില്ല, കാരണം അവിടെ പ്രത്യേകിച്ച് നേസാവാനൊന്നുമില്ല. ഈ ചെറിയ കുട്ടികളെ ഈ പള്ളിയിലേക്ക് വരുന്നത് ഈ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വേണ്ടാത്തൊരു കാര്യമാണെന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇത് പള്ളിയാണ്, പള്ളിൻ്റെ മര്യാദകളോ ആ ഹുർമത്തുകളോ ഒന്നും അറിയില്ല. അത് പരമാവധി കീപ്പ് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് സാധിക്കില്ല. ഇവിടെ നിസ്കാരം നടക്കുമ്പോഴേക്കാരം മറ്റുണ്ട് തലയിൽ ചവിട്ടിയിട്ടും ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ടും മറ്റുള്ളവരുടെ നിസ്കാരം തന്നെ അശ്രദ്ധയായി പോകുന്ന ഒരു രംഗം വരുന്നുണ്ട്. റമീസുള്ള കുട്ടികളെ മാത്രമാണ്, ആൺകുട്ടികളെ മാത്രമാണ് പള്ളിയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉസ്താദ് വീഡിയോ കാണുന്ന ഒരാളാണ്, അതിനുള്ള വിശദമായ മറുപടി ഉസ്താദ് നൽകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.